ഷനവാസ്, വിനോദ്, സാലി, പേര് അലവി, പുതുശ്ശേരി, മുഴുവൻ പേരുകൾ എനിക്ക് മനസ്സിലായിട്ടില്ല. മിക്കവാറും ആളുകളെ പേര് മനസ്സിൽ വരുന്ന വിധം അടുപ്പമുള്ള ആളുകളാണ്. ഒരു കുടുംബത്തിൽ വർത്തമാനം പറയുന്ന പോലെയാണ്. ഈ പ്രഭാഷകന്മാർക്കൊരു കുഴപ്പമുണ്ട്. പ്രഭാഷണം ഒരു ആഹ്വാനം പോലെയും പ്രബോധനം പോലെയാണ്. മിക്കവാറും ആളുകൾ ഉയരത്തിൽ നിന്നുകൊണ്ട് ആളുകളെ പ്രബോധനം ചെയ്യുന്ന മാതിരിയാണ് ചെയ്യുക. സത്യത്തിൽ ഞാൻ പ്രഭാഷണമല്ല ചെയ്യുന്നത്, വർത്തമാനം പറയാണ്. നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ എന്നോടും വർത്തമാനം പറയുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഈ ഇടവേളകളിൽ ഒരു സംവാദം നടക്കുന്നു. പ്രഭാഷണത്തിന് അങ്ങനെ സാധ്യതയുണ്ട്, ഈ സംവാദാത്മകമായ ഒരു വർത്തമാനം. ഇപ്പൊ ഇരിക്കുന്ന ആളുകളുടെ ഹൃദയത്തോട് അവരുടെ ഹൃദയത്തിന്റെ കാതിൽ ചെന്ന് സ്നേഹവർത്തമാനം പറയുന്ന പോലെയാണ് ഞാൻ പലപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാറുള്ളത്. തീർച്ചയായും അതൊരു പ്രഭാഷണം എന്ന അർത്ഥത്തിലല്ല. മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ സൗഹൃദം രൂപപ്പെടുന്നുണ്ട്. അതെവിടെയോ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ജൈവ വിനിമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി സ്പർശിക്കുക, വർത്തമാനം പറയുക, ചിരിക്കുക. ആദ്യത്തേത് ചിരിക്കുക എന്നതാണ്. ഇപ്പൊ ചിരി ഒരുപക്ഷെ അധികം പ്രകടിപ്പിക്കാത്ത ഒരാളെയാണ് നമ്മൾ ഓർക്കുന്നത്, MT വാസുദേവൻ. പക്ഷെ MTയുടെ ആന്തരികമായ ചിരി അദ്ദേഹത്തിന്റെ മൗനത്തിൽ പോലും ഉണ്ടായിരുന്നു. ഇപ്പൊ MTയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ യുവകലാസാഹിതി പോലെ ഒരു വലിയ പ്രസ്ഥാനം അരനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുക. എത്രയോ പ്രഗത്ഭരായ ആളുകൾ നയിച്ചതാണ്. C രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, മാടമ്പ് കുഞ്ഞുകുട്ടനെ പോലുള്ള ആളുകൾ, നേരത്തെ അവിടെ സൂചിപ്പിച്ച PK ഗോപിയേട്ടനെ പോലുള്ള ആളുകൾ, സുകുമാരൻ മാഷെ, ഡോക്ടർ TP സുകുമാരൻ മാഷെ പോലുള്ള ആളുകളൊക്കെ നയിച്ച ഒരു വലിയ സാംസ്കാരിക പ്രസ്ഥാനമാണ്. കേരളത്തിലും പുറത്തും യുവകലാസാഹിതിയുണ്ട്. അപ്പൊ യുവകലാസാഹിതിയുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലാണ്. ഇപ്പൊ എൻ്റെ കുടുംബക്കാരാണ്. വീട്ടിൽ പ്രസംഗിക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. വീട്ടിൽ പ്രസംഗിക്കുന്നത് ഒരു അന്യായമാണ്. വീട്ടിലും വർത്തമാനം പറയാനേ പാടുള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രസംഗമായിട്ട് കണക്കാക്കരുത്, ഇതൊരു വർത്തമാനമായിട്ട് കണക്കാക്കിയാൽ മതി. 2-3 സന്തോഷങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയത്. അത് ജോസഫ് തിരങ്കലിനെ എത്രയോ വർഷമായിട്ട് എനിക്കറിയുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചെടുത്തത്. യുവകലാസാഹിതിയുടെ ഒരു വീട്ടിൽ വരാതെ, ഇവിടെ പങ്കെടുക്കാതെ തിരിച്ചു പോയാൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ടോ? ഈ കൊച്ചുകുടുംബം കാലത്ത് എത്രയേറെ ആളുകളെ ഉണർത്തിക്കൊണ്ടുവന്ന് ഇരുത്തിയത് ജോസഫ് തിരങ്കലിന്റെ കൂടി ഉത്സാഹമാണ്. പിന്നെ യുവകലാസാഹിതിയുടെ ഇതര പ്രവർത്തകരുടെയും. ഇപ്പൊ ഷമീറും ഷാനവാസും ഞാൻ രണ്ടുപേരും ഫോട്ടോഗ്രാഫർമാരായതുകൊണ്ടാണ് പേര് വിട്ടുപോയത്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ. ഞാൻ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒന്നാമത് ശ്രീനിയേട്ടൻ പോയി എന്നുള്ളതൊരു വലിയ സങ്കടമാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതാണ് വലിയ സങ്കടമായിട്ട് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. ആദ്യത്തെ അനുശോചനത്തിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ശ്രീനിവാസനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വാസുവും കൂടി വന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിക്രിയാവാദികളും മറ്റേ വാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമായിരുന്നുവെന്നും കൊളോണിയലായ ഒരു റാഡിക്കലായ മാറ്റമല്ല എന്നും വളരെ വിദഗ്ധമായി പറഞ്ഞ ആ ശങ്കരാടി നേതാവിനെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് അല്ലേ. ഓരോ കാലത്തും പ്രസക്തമായ സന്ദേശം. വടക്കുനോക്ക് യന്ത്രം പോലുള്ള സിനിമകൾ. ഞാനൊരിക്കൽ സീനിയറിനെ പരിചയപ്പെട്ടത് MTയുടെ മുറിയിൽ വെച്ചാണ്. അതൊരു അത്ഭുതം. ഓണപ്പതിപ്പിന് MTക്ക് ഒരു ശ്രീനിവാസന്റെ അഭിമുഖം മാതൃഭൂമി കൊടുക്കാൻ വേണ്ടി വന്നാൽ MT കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാനും യാദൃച്ഛയായിട്ട് കടന്നു ചെന്നത്. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാചകം, കേരളത്തിലെ 2 വലിയ എഴുത്തുകാരുടെ ഇരിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം എന്നാണ്. ഞാൻ അന്നത്തെ വർഷം മുമ്പാണ്. ഞാനന്നാ പടം ഇറങ്ങിയ സമയം ചിന്താവിഷ്ടയായ ശ്യാമള. അപ്പൊ അതിൽ അവസാനത്തെ ഒരു സീനുണ്ട്. ഞാൻ ശ്രീനോട് വെറുതെ ചോദിച്ചു. അതില് ഈ വീട്ടിലേക്ക് ഒരു നടന്നു പോകുമ്പോൾ ഒരു ജാഥ കടന്നു പോകുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ജാഥയായിട്ടാണ് കാണുക ഒരു ഭാഗത്തൂടെ. മറ്റൊരു ഭാഗത്തൂടെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ ശരണം പിടിച്ചുകൊണ്ട് പോകുന്നു. അവർക്കിടയിലൂടെയാണ് ഈ 2 പിണക്കം തീർന്ന കുയിലുകൾ നടന്നു പോകുന്നു. പിന്നെ എന്തിനാ അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരു ശബരിമലയ്ക്കുള്ള യാത്രയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥയും ഒരുമിച്ച് കാണിച്ചത്? അപ്പൊ എന്നോട് പറഞ്ഞു, അത് കാര്യമായിട്ടൊന്നുമില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഒരുമിച്ച് പോയാലേ ആളുകൾക്ക് പ്രണയപൂർവ്വം ജീവിക്കാൻ സാധിക്കൂ എന്ന് പറയാൻ വേണ്ടി ചെയ്തതാണ്. അദ്ദേഹം പറയുന്നതിൽ വരെ, സ്പോണ്ടേനിയസ് ആയി പറയുന്നതിൽ വരെ അഗാധമായ രാഷ്ട്രീയ ദർശനങ്ങളുണ്ട്. സിനിക്കൽ എന്നൊക്കെ പറഞ്ഞ മലയാളികളുടെ കപടബോധത്തെ ഇങ്ങനെ കുത്തി നോവിച്ച ഒരു ചലച്ചിത്രകാരനില്ല. അത്ര നമ്മളുടെ കള്ളത്തരങ്ങളെ മുഴുവൻ പൊളിച്ച് പാളിസാക്കിയവരാണ്. VK എൻ്റെ ഒരു സിനിമാവതാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഞ്ചത്തമ്പ്യാരുടെയും ചാക്യാന്മാരുടെയും ഒക്കെ പാരമ്പര്യം കൊണ്ടുവന്ന ഒരു വലിയ ചലച്ചിത്രകാരനാണ് പിൻവാങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യത്തെ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു.
ഇനി വസട്ടിലേക്ക് വരാം. വസട്ടിനെ കുറിച്ച് പറയുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ വസട്ടിലേക്കുണ്ട്. കാരണം ഒരു വർഷം തികയാണ്. 25-ാം തീയതിയാണ് ഇതിൻ്റെ 1ാം ചരമവാർഷികം. ഈ 20-ാം തീയതി റിയാദിൽ വെച്ച് അനുസ്മരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നിയോഗമായിരിക്കും, ഒരു ഗുരുത്വം പോലെ തോന്നി. നിങ്ങൾ ഒരുപക്ഷെ അതെല്ലാം സംഭവിക്കുന്നതാണ്. ഞാൻ വാസുവേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ചെറിയ പ്രായത്തിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഹെഡ് മാഷായിരുന്ന കുട്ടികൃഷ്ണമേനോൻ മാഷ്, MT കുട്ടികൃഷ്ണമേനോൻ മാഷ്, വാസുവിനറിയാം. MT ബന്ധുവാണെന്ന് തോന്നുന്നു. അപ്പോൾ MTയുടെ ആരാധകനായിരുന്നു. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് അദ്ദേഹം MTയെ കുറിച്ച് ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, നമ്മുടെ സ്കൂൾ നിൽക്കുന്ന അട്ടയകുന്ന് നോക്കിയാൽ ദൂരെ നരിമാളം കുന്ന് കാണാം. നരിമാളം കുന്നിൻ്റെ അപ്പുറത്താണ് MTയുടെ കൂടല്ലൂർ. ഈ 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആവേശം പറഞ്ഞു നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, MT ആരാ മാഷായിരുന്നു? ഇപ്പൊ ചോദിച്ചു നൽകും. അപ്പൊ MTയുടെ ഒരു പുസ്തകം എനിക്ക് വായിക്കാൻ തോന്നും. രക്തം പുരണ്ട മൺതരികൾ. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആലോചിക്കുന്നത്. ഇപ്പൊ ആദിദേവ് കുഞ്ഞായിരിക്കുമ്പോൾ PK കുബേറിന്റെ കവിത കേട്ടതുപോലെ ഞാൻ ചെറിയ പ്രായത്തിൽ വായിച്ചത് ആ പുസ്തകമാണ്. അപ്പൊ അന്ന് എനിക്ക് അറിയാത്ത MTയെ ഞാൻ അട്ടയക്കുന്നതിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. അവിടെ എവിടെയോ MT ഉണ്ടായിരുന്നു. പേന മാത്രം കൈമുതലായി നാട്ടിൻ പുറത്ത് ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ നിന്ന് പോയ ഒരു മനുഷ്യൻ അക്ഷരം കൊണ്ട് ദിഗ്വിജയം നടത്തിയതായിരുന്നു എനിക്കൊക്കെ അക്ഷരത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ പ്രേരണ. ഞാൻ ഇപ്പോഴും ഓർക്കും. നിങ്ങൾ അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകം എന്ന കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ വാചകം എങ്ങനെയാണ്? നമുക്ക് പോകേണ്ടിയിരുന്ന വഴി ഇതിലേ അല്ല, നാഴികകൾ വളഞ്ഞ് ഇതിലേ വന്നത്. ഞാൻ ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് നിന്നെ അറിയിക്കാനാണ്. അന്നും ആ മുസാവരി ബംഗ്ലാവ് ഉണ്ടായിരുന്നു. മുസാവരി ബംഗ്ലാവിനപ്പുറം താന്നിക്കുന്നിനപ്പുറം പറക്കുളം മേച്ചിൽപ്പുറം. അതെ, എൻ്റെ ബാല്യം. പഴയ കണ്ണാന്തളിപ്പൂക്കൾ. പാലത്തിന്റെ ചുവട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ കായ്കറിത്തോട്ടത്തിൽ നിന്നൊരു കുമ്മട്ടിക്കായ അറുത്തെടുക്കും. അറുക്കുന്ന വിരലുകൾ ചാത്തുനായരുടേത്, കാവൽ നിൽക്കുന്ന കണ്ണുകൾ എൻ്റേത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 6 പേർ പട്ടിണി കൂടാതെ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാവൽ കിടക്കാൻ വരുന്ന ചാത്തുനായർക്കും അതിലൊരു പങ്കുണ്ട്. അവിടെ നിന്നാണ് MT തുടങ്ങിയത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 6 പേർ ഭക്ഷണം കഴിച്ചിരുന്ന, വലിയ പ്രതാപം ഉണ്ടായിട്ടും തകർന്ന ഒരു കുടുംബത്തിന്റെ, നാലുകെട്ടിന്റെ വ്യവസ്ഥകളില്ലാതായ ഫ്യൂഡൽ വ്യവസ്ഥകൾ തകർന്നുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിന്റെ അവസാനത്തെ കണ്ണികളുടെ ഒരാളായിട്ടാണ് MT ജീവിച്ചത്. കൂടല്ലൂർ എന്നത് നിലാതീരത്തെ ഒരു ഗ്രാമമാണ്. MT ലോകം മുഴുവൻ സഞ്ചരിച്ച ആളാണ്. ഇത്രയേറെ സഞ്ചരിച്ച ആളുകൾ ആൾക്കൂട്ടത്തിൽ തനിയൊക്കെ അദ്ദേഹം എഴുതുന്ന എത്ര വർഷം മുമ്പാണ്. അത്രയേറെ അമേരിക്കയിലൊക്കെ ആ കാലത്ത് പോയി മാർക്കേസിനെ ലോകത്തിന് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി. മലയാളികൾ മാർക്കേസ് എന്ന വാക്ക് കേട്ടത് MTയുടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിപത്തിലാണ്. അത്ര ലോക സഞ്ചാരി ആയിരുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. എനിക്ക് തിരിച്ചു വരാനുള്ള ഇടമാണ് കൂടല്ലൂർ. കൂടല്ലൂർ ഒരു ഒഴിയാബാധയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതൊരു ഒഴിയാബാധയായിരിക്കും. പല ഭൂപ്രദേശങ്ങൾ തേടി ഞാൻ അലഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇതൊക്കെ ഇതിൽ പ്രശസ്തമായ വാചകങ്ങളാണ്. ഇപ്പൊ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ റിയാദിൽ ജീവിക്കുന്നു. വൻകരകളിൽ മാറി മലയാളികൾ എവിടെയൊക്കെയോ ജീവിക്കുന്നു. ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ട്. പക്ഷെ ആ മലയാളിയുടെ ഒക്കെ ഏകാന്ത നിമിഷങ്ങളിൽ ഈ പറയുന്നത് പോലെ പത്തനംതിട്ടയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ പാലക്കാട്ട് നിന്നോ കോട്ടയത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കാസർഗോട്ട് നിന്നോ കണ്ണൂരിൽ നിന്നോ പാലക്കാട്ട് നിന്നോ മലപ്പുറത്ത് നിന്നോ കോഴിക്കോട്ട് നിന്നോ ഏതോ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ, നല്ല സുഖമായിരുന്നെങ്കിൽ ആ ഒരു നാട് വിട്ട് റിയാദിലേക്ക് പോരില്ലല്ലോ അല്ലെ? അന്നത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ നിങ്ങളൊക്കെ വേരുകൾ മുറിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ പൊക്കിൾക്കൊടി മറവ് ചെയ്ത മണ്ണിനെ മറക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ പൊക്കിൾക്കൊടി ഒന്നും മറവ് ചെയ്യാറില്ല. എങ്കിലും നമ്മളൊക്കെ പോകുമ്പോൾ പൊക്കിൾക്കൊടി മറവ് ചെയ്ത മണ്ണുണ്ട്. ആ മണ്ണിനെ മറക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഉമ്മ അവിടെയാണ്. എൻ്റെ ബാല്യം അവിടെയായിരുന്നു. എൻ്റെ കണ്ണാന്തളി പൂക്കൾ അവിടെയാണ്. ഞാൻ കുഴിച്ചിട്ടൊരു കിനാവിൻ്റെ വിത്ത് അവിടെയുണ്ട്. മണലിൽ കുഴിച്ചാൽ പൂത്താങ്കീരി കടിച്ചിരുന്ന, നിഴലും നിലാവും പൂത്താങ്കീരി കടിച്ചിരുന്ന ഒരു പഴയ കാല ഓർമ്മ വരും. ഈ പുഴ മുറിച്ചു കിടന്നാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്. അതിങ്ങനെ ഓർക്കുന്ന ഓർമ്മകളുടെ ലോകമുണ്ട്. എവിടെ ചെന്നാലും നക്ഷത്രങ്ങൾ പൂത്തു നിറഞ്ഞ ഒരു ആകാശ ചെരുവ് പോലെ ഓർമ്മകൾ പിന്തുടരുന്ന മനുഷ്യ മനസ്സിനോടാണ് MT സംവദിച്ചത്. എന്തുകൊണ്ട് MT എന്ന ചോദ്യത്തിന് ഉത്തരവാണ് ഈ ഓർമ്മകളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. അതൊരു പക്ഷേ കേരളത്തിലെ ഓർമ്മകളാവാം. മറ്റൊരു പക്ഷേ അഭയം തേടി എന്ന കഥയിൽ ഒരു കുട്ടിയുണ്ട്. അവൻ ഓടിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് ശാന്താറാം എന്നാണ് കുട്ടിയുടെ പേര്. അവൻ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയാണ്. ഇടയ്ക്ക് ഓടിപ്പോവും, പിടിച്ചുകൊണ്ടുവരും, വീണ്ടും ഓടിപ്പോവും. അപ്പോൾ കഥാകാരൻ്റെ സഹോദരി പറയാൻ, ആ ചെറുക്കന് ഭ്രാന്ത,
സത്താറയിൽ നിന്നാണ് അവന്റെ മുത്തശ്ശി വന്നത്. സത്താറ എന്ന് സത്താറ അവൻ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എങ്കിലും ഇടയ്ക്ക് അവൻ ഓടിപ്പോകുന്നത് ആ സത്താറയിലേക്കാണ്, അവന്റെ മുത്തശ്ശി ജനിച്ച നാട്ടിലേക്ക്. അവിടെ ഒരു ഇടവഴിയുണ്ട്, ഇടവഴി ചെല്ലുന്നിടത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിനടുത്തൊരു കുളമുണ്ട്, അതിനടുത്താണ് വീട് എന്നവൻ അറിയാം. അതവൻ ഇടയ്ക്കിടയ്ക്ക് പറയും. എത്ര പിടിച്ചുകൊണ്ട് വന്നാലും വീണ്ടും ഓടിപ്പോകും. രണ്ടാമത് കഥാകാരൻ ചെല്ലുമ്പോഴും അവൻ ഓടിപ്പോയി. ആ ചെറുക്കൻ മതിൽ ചാടി ഓടിപ്പോയി. സത്താറയിലേക്കായിരിക്കും. അവന് ഭ്രാന്ത. അപ്പോൾ കഥാകാരൻ പറയും, ശരിയാണ് ചേച്ചി, അവന് ഭ്രാന്ത. ഓടിക്കൊണ്ടിരിക്കും ഒരു പഴയ ഗ്രാമത്തിലേക്ക്, ഒരു ഇടവഴിയിലേക്ക്, അതിനരികിലുള്ള ഒരു അമ്പലത്തിനടുത്തേക്ക്, ഒരു കുളത്തിനടുത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും, ഓടിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷെ അമ്പലമാവില്ല, പള്ളിയാവാം, ചർച്ചാവാം, അല്ലെങ്കിൽ സ്കൂളാവാം. എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ അവശേഷിച്ചുകൊണ്ട് എല്ലാ ലോകത്തും അഭയാർത്ഥികളായി പലയിടത്തും എത്തിപ്പെട്ട മനുഷ്യർ ആന്തരികമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗൃഹാതുരതയുടെ വഴിയിലൂടെയാണ് എം ടി മലയാളിയായി കൈപിടിച്ച് നടത്തിയത്. 4 തലമുറകളുടെ ഓർമ്മകളാണ്. 50കൾ തൊട്ടുള്ള മലയാളികളുടെ വിജയങ്ങളുടെയൊക്കെ പിന്നിൽ പീഡിതനായ ഒരു മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് എം ടി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എം ടി ആ പീഡിത സത്തയോടാണ് സംസാരിച്ചത്. അനാഥനായ ഒരു മനുഷ്യൻ എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. എന്നെ ആരും കണ്ടില്ല, എന്നെ ആരും പരിഗണിച്ചില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഏകാഗിയാണ്, ഞാൻ അനാഥനാണ്, എൻ്റെ ദുഃഖങ്ങൾ ആരും അറിയുന്നില്ല. ഇങ്ങനെ ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ആലോചിക്കും. ആ നിമിഷത്തോടാണ് എം ടി എപ്പോഴും സംവദിച്ചത്. അനാഥരും ഒറ്റപ്പെടുത്തപ്പെട്ടവരും ഏകാഗികളും ദുഃഖിതരും ബഹിഷ്കൃതരും നിന്ദിതരും ആൾക്കൂട്ടത്തിൽ തനിയായവരുമായ മനുഷ്യരുടെ ആന്തരിക ലോകങ്ങളാണ്. ഒരു പക്ഷേ വേലായുധൻ എന്നൊരു മനോരോഗിയുടെ ഉള്ളിലിരുന്ന് മനോരോഗി കാണുന്നത് പോലെ ലോകത്തെ കണ്ട അത്യപൂർവം കഥകളിലൊന്നാണ് ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവ് വേലായുധൻ പറയുന്ന കഥയാണ്. വേലായുധനായി മാറിയിട്ടാണ് എം ടി അത് പറഞ്ഞത്. അതുപോലെ മനോരോഗികളെ പരിഗണിക്കാൻ ഒരു പാഠപുസ്തകമായി പരിഗണിക്കാവുന്ന ഒരു കഥ മലയാളത്തിൽ എന്നല്ല മറ്റു ഭാഷയിൽ ഉണ്ടായിട്ടില്ല. മലയാളത്തിൽ പിന്നൊരു കഥയുണ്ടായത് എം ടി തന്നെ എഴുതിയ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ്. അതാണ് എൻ്റെ ജാനകിക്കുട്ടിക്ക് എന്ന പേരിൽ സിനിമയായത്. ഇങ്ങനെ നോക്കിയാൽ ഭ്രാന്തനായി മാറ്റി നിർത്തപ്പെട്ട വേലായുധൻ, ഒറ്റപ്പെടുത്തപ്പെട്ട ഗോവിന്ദൻകുട്ടി, അസുരവിത്തായി മാറ്റി നിർത്തപ്പെട്ട ഗോവിന്ദൻകുട്ടി, കാമുകനാൽ ചതിക്കപ്പെട്ട വിമല, ഇങ്ങനെ ചതിക്കപ്പെട്ടവർ, അനാഥർ, തിരിച്ചറിയപ്പെടാതെ പോയവർ. എം ടിയുടെ ഏത് കഥാപാത്രത്തിൽ നോക്കൂ, എവിടെയോ ഒരു പീഡിത സത്തയുള്ളവർ, സമൂഹത്തിന്റെ അംഗീകാരം കിട്ടാതെ പോയവർ, ഏകാന്തതയിൽ കരയുന്നവർ. ആ കരച്ചിലാണ് എം ടി. വേലായുധന്റെ കരച്ചിൽ കാലിൽ ചങ്ങല ഉരഞ്ഞ് വ്രണം പൊട്ടിപ്പഴുത്ത് വേലായുധൻ കരഞ്ഞ കരച്ചിൽ ഏകാന്ത രാത്രികളിൽ എം ടി കേട്ടതാണ്. വടക്കേ വീട്ടിൽ ചങ്ങലക്കിട്ടടുത്ത് നിന്ന് ഓടി വന്ന് മടർത്തി ഇത്തിരി ചോറ് തരൂ എന്ന് വെളിച്ചത്തിലേക്ക് വന്ന രംഗം എം ടി പ്രത്യേകിച്ച് പറയുന്നത്. വെളിച്ചത്തിലേക്ക്, ഇരുട്ടിന്റെ ആത്മാവ് എന്നാണ് ആ കഥയ്ക്ക് അദ്ദേഹം പേരിട്ടത്. ഇരുട്ടിനൊരു ആത്മാവുണ്ട്, അത് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ആ ഭ്രാന്തനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും. ലോക ചരിത്രത്തിൽ തന്നെ ഇന്നിപ്പോ ഭ്രാന്തന്മാരില്ല. ഇന്നും ഡിഫറൻഷ്യൽ ഏബിൾ എന്നൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു. പണ്ട് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തപ്പെട്ടവരായിരുന്നു. സത്യത്തിൽ എന്നെ പോലുള്ള ആളുകളൊക്കെ ഭ്രാന്തന്മാരാവേണ്ട ആളുകളാണ്. ഈ സാഹിത്യകാരന്മാർ പൊതുവിൽ ഭ്രാന്തന്മാരാണ്. ഡീവിയേഷൻ ഫ്രം ദ നോം എന്നാണ് അല്ലെ, ഡീവിയേഷൻ ഫ്രം ദ നോം, നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത ആളുകളെയാണ് സാധാരണ എഴുത്തുകാർ എന്ന് പറയുന്നത്. കവി, ഭ്രാന്തൻ, കാമുകൻ അല്ലെ, അങ്ങനെയുള്ള ആളുകൾ ഒറ്റപ്പെടുത്തപ്പെടുമായിരുന്ന ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ജീവിതം എം ടി അനുഭവിച്ചു. അത്യഗാധമായ ഏകാന്തതയാണ് എം ടി അനുഭവിച്ചത്. ഇത്ര ഏകാഗിയായ ഒരു കപ്പിത്താനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എം ടിയുടെ അടുത്തിരുന്നാൽ അകത്ത് തിളയ്ക്കുന്ന കടലുകൾ നമുക്ക് കാണാൻ പറ്റും. അനേക സമുദ്രങ്ങൾ ഒന്നിച്ചിരമ്പുന്നതിന്റെ ശബ്ദം കേൾക്കാം. എം ടിയുടെ നെഞ്ചിൽ കാതു ചേർത്ത് വെച്ചാൽ ലോകത്തെ കരയുന്ന മനുഷ്യരുടെ മുഴുവൻ അനാഥമായ നിലവിളികൾ കേൾക്കാം. പ്രകൃതിയുടെ കരച്ചിൽ കേൾക്കാം, പുഴയുടെ കരച്ചിൽ കേൾക്കാം. അങ്ങനെ ഒരു മനുഷ്യനാണ് എം ടി എഴുത്തിലൂടെ നമുക്ക് തന്ന അമര വ്യക്തിത്വം. അതുകൊണ്ടാണ് എം ടി എല്ലാ മനുഷ്യരുടെയും, നിങ്ങൾക്ക് വേദപുസ്തകം പോലെ വായിക്കാവുന്ന ഒരു പുസ്തകമാണ് മഞ്ഞൾ അല്ലെ. മഞ്ഞിലെ വിമലയ്ക്കുള്ളിൽ സത്യത്തിൽ എം ടിയുടെ കഥയായിട്ടാണ് ഓരോ കഥയും പറയുന്നത്. എം ടി അവനെന്നോ അയാളെന്നോ ഞാനെന്നോ കഥയിൽ പറയാറില്ല. നിങ്ങൾ എം ടി വായിച്ചു നോക്കൂ. പുറത്തിറങ്ങി, ചുറ്റും ഇരുട്ടാണ്, ആരെയും കാണുന്നില്ല, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമോ, ആര് തരും, വഴി നീളെ എന്തൊക്കെയോ ചിതറിക്കിടക്കുന്നു. ഇതാരാണ് കാണുന്നത് എന്ന് കഥയിലുണ്ടാവില്ല. നാടകീയ സ്വഗതാഖ്യാനം എന്നാണ് പറയാ. അത് ഇങ്ങനെയൊന്നും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. എന്നിൽ വിമല എന്ന് എവിടെയും പറയുന്നില്ല, ഞാനെന്ന് പറയുന്നില്ല, അസുരവിത്തിൽ പറയുന്നില്ല. എം ടി തന്നെയാണ് ഈ കഥാപാത്രങ്ങൾക്കുള്ളിലിരുന്ന് സഞ്ചരിക്കുന്നത്. എം ടി നമ്മുടെ കഥ പറയാൻ നമുക്ക് തോന്നുന്നു.
നിങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും തോന്നിക്കാണും ഞാൻ തന്നെയാണ് വേലായുധേട്ടൻ അല്ലേ. മഞ്ഞ് വായിക്കുമ്പോൾ തോന്നും ഞാൻ തന്നെയാണ് വിമല, ഞാൻ തന്നെയാണ് ബുദ്ധു. അതൊരു കുട്ടിയുണ്ട് ബുദ്ധു, വിമലയെ പോലെ തന്നെ ഏതോ ടൂറിസ്റ്റ് വന്ന് പിഴപ്പിച്ച ഒരു സ്ത്രീയുടെ മകൻ. അമ്മ കൊടുത്തൊരു ചിത്രം മാത്രമേ കയ്യിലുള്ളൂ. അവൻ വിചാരിക്കുന്നുണ്ട് വരും, അച്ഛൻ വരാതിരിക്കില്ല. ഏതോ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഏതാനും നിമിഷങ്ങളിൽ ജീവിതം പങ്കുവെച്ച സുധീർ കുമാർ മിശ്ര എന്ന ടൂറിസ്റ്റിന് വരാൻ പോകുന്നില്ല എന്ന് വിമലയ്ക്കും അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. എന്നിട്ടും വിമല വിചാരിക്കും വരും, വരാതിരിക്കില്ല. ആ വാചകങ്ങളുടെ ഒരു ഘടന ശ്രദ്ധിച്ചു. വരും, വരും എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. വരും, വരില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് അല്ലേ. വരാതിരിക്കില്ല എന്ന് പറഞ്ഞാലോ ഇല്ലായിലാണ് അവസാനിക്കുന്നത്. പക്ഷെ അത് ഇല്ലയിൽ അവസാനിക്കുമ്പോഴും പ്രതീക്ഷയാണ്. അതിന്റെ ഒരു വ്യത്യാസം. വരും എന്നത് പോസിറ്റീവായിട്ട് അവസാനിക്കുന്നു, മറ്റേ ഇല്ല നെഗറ്റീവായിട്ട് അവസാനിക്കുന്നു. വരും, വരാതിരിക്കില്ല. അപ്പൊ അത് ഉറപ്പിക്കുക, വരും എന്നത് ഉറപ്പിക്കുക. ഒരു നെഗറ്റീവ് ടേം പോലും പോസിറ്റീവായിട്ട് ഉറപ്പിക്കുന്നതാണ് എം ടിയുടെ രചനാരീതി. എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ അതിന്റെ സംഗീതം, അതിന്റെ ആന്തരികമായ ഒരു സൗന്ദര്യം ഇത് നമ്മളെ ബാധിക്കും. ഇതുകൊണ്ടാണ് എത്രയോ തലമുറകൾ എം ടി വായിച്ചു. ഞാൻ അടുത്ത കാലത്ത് അത്ഭുതത്തോടെ എം ടി മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തിയപ്പോൾ ചെറിയ തലമുറ, ആദിദേവന്റെ ഒക്കെ തലമുറയിലെ കുട്ടികൾ എം ടിയെ വായിച്ചത് ഏറ്റവും പുതിയ കാഴ്ചപ്പാടോട് കൂടിയാണ്. ശിലാലിഖിതം എന്നൊരു കഥയുണ്ട്. അതിൽ ഗ്രാമത്തിലൊരു സ്ത്രീ മരിക്കാൻ കിടക്കുകയാണ്, വിഷക്കായിൽ നിന്ന് മരിക്കാൻ കിടക്കുകയാണ്. അവിടേക്ക് നഗരത്തിൽ നിന്നൊരു മനുഷ്യൻ, ഗ്രാമീണൻ തിരിച്ചു വരുന്നു. നഗരത്തിൽ പഠിക്കുന്ന ഇതുപോലെ ആദിദേവന്റെ ഒക്കെ പ്രായമുള്ള ഒരു കുട്ടിയെ കൊണ്ട് വരുന്നു. അപ്പോഴാണ് ഈ സ്ത്രീ ഒതളങ്ങത്ത് നിന്ന് മരിക്കാൻ കിടക്കുന്നത്. അയാൾ വീട്ടിൽ വന്ന് പറയും ഒരു പെണ്ണോടെ മരിക്കാൻ കിടക്കുന്നു, ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല, ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കിക്കൂടെ എന്നിങ്ങനെ ധാർമ്മിക രോഷം കൊണ്ട് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി വളരെ നിസ്സംഗരായി ചോദിച്ചു, അച്ഛനൊന്ന് പോയി നോക്കിക്കൂടെ. അല്ലേ, നമ്മളൊക്കെ അങ്ങനെയാണ്, ആർക്കെങ്കിലും ഒന്ന് ചെയ്തൂടെ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന പണിയാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്നു, അതിലൂടെയാണ് ഇയാൾ വന്നത്. എന്നിട്ട് ക്ഷോഭിച്ച് ചോദിക്കുകയാണ്, അവിടെ മരിക്കാൻ കിടക്കുന്നു, ഒരുത്തൻ പോയി നോക്കുന്നില്ല, എന്താ നാടിന്റെ അവസ്ഥ, ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കിക്കൂടെ. നിഷ്കളങ്കയായ കുട്ടി ചോദിക്കുന്നു, അച്ഛനൊന്ന് പോയി നോക്കിക്കൂടെ. ആ കുട്ടി പോകും. മരിക്കാൻ കിടക്കുന്ന ആ സ്ത്രീക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കും, ചോലയിൽ നിന്ന് വെള്ളം കൊടുക്കും. ഈ പുതിയ കുട്ടിയിൽ മനുഷ്യസ്നേഹം ബാക്കി നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് എം ടി പോയത്. അതാണ് എം ടി തന്ന പ്രത്യാശ. എം ടി നെഗറ്റീവ് ഒരിക്കലും ഉത്പാദിപ്പിച്ചില്ല. ആളുകൾ പറഞ്ഞു എം ടി വിപരീതങ്ങളുടെ കഥാകാരൻ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എം ടിയുടെ എഴുത്തിനുള്ളിൽ ഒരു ആന്തരികമായ പോസിറ്റീവ് ചിന്തയുണ്ട്. വരും, വരാതിരിക്കില്ല, വളരും, വളർന്നു വലുതാകും, കൈക്ക് നല്ല കരുത്തുണ്ടാകും. നാലുകെട്ട് തുടങ്ങുന്ന വാചക. വളരും, വളർന്നു വലുതാവും, കൈക്ക് നല്ല കരുത്തുണ്ടാകും. അച്ഛനെ കൊന്നത് സൈതാലിക്കുട്ടി എന്നൊരാളാണെന്നറിയാം. ആ സൈതാലിക്കുട്ടിയെ കൊല്ലാനാണ് വളരണം എന്ന് അപ്പുണ്ണി വിചാരിക്കുന്നത്. പക്ഷെ വളർന്നപ്പോൾ അയാൾക്ക് അച്ഛന്റെ സ്ഥാനത്ത് എത്തിപ്പെടുന്ന രക്ഷാകർത്താവ് സൈതാലിക്കുട്ടിയാണ്. അവസാനം സൈതാലിക്കുട്ടി അച്ഛനേക്കാൾ വലിയ രക്ഷാകർത്താവാകുന്ന ഒരു വിപരീത ദർശനം. ശത്രുവാണെന്ന് കരുതുന്നവർ എപ്പോഴും അങ്ങനെയാണ്. ഈ ശത്രുവാണെന്ന് കരുതുന്നവർ മിത്രമാവുന്ന ഒരു ഭാവന എം ടിക്കുള്ളിൽ പലയിടത്തുണ്ട്. ശത്രു എന്നൊരു കഥയുണ്ട്. ഞാൻ ഈ കഥകളെ കുറിച്ച് വിസ്തരിച്ചാൽ സമയങ്ങൾ വിട്ടുപോകും. എം ടി അതുകൊണ്ട് എപ്പോഴും നമുക്ക് തന്നത് ഒരു പ്രത്യാശയാണ്. അതായത് ഏകാകികൾ, ദുഃഖിതർ, അനാഥർ തിരിച്ചു വരും. 57-ലാണ് ഇന്ത്യയിൽ, കേരളത്തിൽ ആദ്യമായി, ഏഷ്യയിൽ ലോകത്ത് രണ്ടാമതായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എം ടിയുടെ സാഹിത്യത്തിൽ ഒരിക്കലും കമ്മ്യൂണിസത്തെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല, പാർട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയം നേരിട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹം എഴുതിയ കഥയാണ്, ആ കാലത്ത് വന്ന നോവലാണ് നാലുകെട്ട്. നാലുകെട്ട് പറയുന്നത് തിരസ്കൃതരായവർ, ബഹിഷ്കൃതരായവർ, ഒറ്റപ്പെടുത്തപ്പെട്ടവർ, അനാഥർ, ദരിദ്രർ, ദുഃഖിതരായ ആളുകൾ തിരിച്ചു വരും. അവർ ഈ പഴയ ഫ്യൂഡൽ വ്യവസ്ഥയുടെ നാലുകെട്ട് പൊളിക്കും. അവിടെ ഒരു പുതിയ ഭവനം ഉണ്ടാക്കും. അതിൽ എം ടി പറയുന്ന കാറ്റും വെളിച്ചവുമുള്ള വീട് എന്നാണ്. ഈ നാലുകെട്ട് പൊളിച്ച് കളയണം. അപ്പൊ അമ്മ ചോദിക്കും, നാലുകെട്ട് പൊളിക്കേ, ഭഗവതി ഇരിക്കുന്ന സ്ഥലല്ലേ? അതിന് മറുപടി, അവിടെ കാറ്റും വെളിച്ചവുമുള്ള ഒരു പുതിയ വീട് പണിയണം. ആ ഭഗവതി ഇരിക്കുന്ന സ്ഥലം പൊളിക്കണം എന്ന് പറയുന്നതിന്റെ വേറൊരു എക്സ്റ്റൻഷനാണ് ആ നിർമ്മാല്യത്തിൽ നമ്മൾ കണ്ടത്. ഒരു പ്രയോജനവും ഇല്ലാത്ത ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ചൊരു തുപ്പ് തുപ്പിയപ്പോൾ ഇന്ത്യയിലെ 33 കോടി ഭഗവതിമാര് മുഖം തുടച്ചു. കാരണം പാവപ്പെട്ടവന് പ്രയോജനമില്ലാതെ അമ്മകളിങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഇന്ത്യയിലെ ഭഗവതിമാർക്ക് ആദ്യം മനസ്സിലായത് നിർമ്മാല്യം കണ്ടപ്പോഴാണ്. അതാണ് നിർമ്മാല്യത്തിന്റെ കലാപം. ഞാൻ ഇത്രയും വിസ്തരിക്കുന്നു. ഇത് ദൈവങ്ങളെ പോലും തിരുത്തിക്കാൻ എം ടി കാണിച്ചൊരു ധീരത.
എല്ലാ എഴുത്തിലുണ്ട്. ഒരുപക്ഷെ ചതിയനായി ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്മേലന്ന് കുത്തുവിളക്ക് കൊണ്ട് ആഞ്ഞു കുത്തി. 4 തലമുറ ചന്തുവിനെ മനസ്സിലാക്കിയത് ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു എന്നാണ്. ഇനി ഒരു കുട്ടി, അതിന്റെ പിന്നിലൊരു കഥയാണ്. 2-ാം ഊഴത്തിലെ കേന്ദ്ര നായകൻ ഒരു കാലത്തും ഭീമനായിരുന്നില്ല. അർജുനനും ബ്രിട്ടീഷുമാർ വരെ കർണനെ നായകനാക്കിയിട്ടുള്ളൂ. ദുര്യോധനെ നായകനാക്കിയിട്ടുള്ള കഥകൾ വന്നിട്ടുണ്ട്. ഭീമനെ മന്ദൻ എന്നെല്ലാവരും വിളിച്ച തടിയനും ബുദ്ധിശൂന്യനുമായി കളിയാക്കപ്പെട്ട ഭീമനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി ഒരു 2-ാം ഊഴം ഉണ്ടാക്കുമ്പോൾ MT എപ്പോഴും ഏതു പക്ഷത്തായിരുന്നു? അനാഥരുടെ, ഏകാകികളുടെ, ദുഃഖിതരുടെ, ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറയണ ഞാൻ, ഏകാകികളുടെ, ദുഃഖിതരുടെ, അനാഥരുടെ, ദരിദ്രരുടെ, ഒറ്റപ്പെടുത്തപ്പെട്ടവരുടെ, അവഗണിതരുടെ, തിരസ്കൃതരുടെ, അഭയാർത്ഥികളുടെ പക്ഷമാണ് MTയുടെ പക്ഷം. അത് MT നേരിട്ട് പ്രത്യക്ഷ മുദ്രാവാക്യമായിട്ട് ഒരിക്കലും എഴുതിയിട്ടില്ല. ഒരിക്കലും അങ്ങനെ പ്രത്യക്ഷമായിട്ട് പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ നേരത്തെ ജോസഫ് സാർ പറഞ്ഞതുപോലെ മുത്തങ്ങയിൽ വെടിവെപ്പുണ്ടായപ്പോൾ, നദികൾ ഇല്ലാതാക്കപ്പെട്ടപ്പോൾ, നോട്ട് പിൻവലിച്ചപ്പോൾ, ഒരു സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ അവസാനം അദ്ദേഹം വിമർശിച്ചു. ഇപ്പോഴുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി, അതിൽ അദ്ദേഹം കക്ഷി രാഷ്ട്രീയമൊന്നും വെച്ചിട്ടില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും മനുഷ്യവിരുദ്ധതയുടെ തിരുത്തലുകൾ ആവശ്യമാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു കാലഘട്ടത്തെ, 4-5 തലമുറകളോളം നീണ്ട കാലഘട്ടത്തെ സർഗാത്മകമാക്കി നിലനിർത്തി 65ഓളം തിരക്കഥകൾ MT എഴുതിയിട്ടുണ്ട്. നിർമാല്യം, കടവ്, ബന്ധനം, വാരിക്കുടി 4 സിനിമകൾ സംവിധാനം ചെയ്തു. ദീർഘകാലം മലയാള പത്രാധിപരായിരുന്നു. മാത്രമല്ല പത്രാധിപരായിരുന്നു, സഞ്ചാരിയായിരുന്നു. അദ്ദേഹം സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുണ്ട്. ഒരു നാടകം എഴുതിയിട്ടുള്ള ഗോപുരനടയിൽ, അത് എണ്ണപ്പെട്ട നാടകങ്ങളിലൊന്നാണ്. സിനിമയ്ക്ക് പാട്ട് എഴുതി. വളർത്തുമൃഗങ്ങൾ എന്ന പടത്തിൽ 4 പാട്ടുകൾ MT എഴുതിയിട്ടുണ്ട്. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നിരുന്ന് ഉറങ്ങുന്നു, ഒരു മുറിക്കണ്ണാടിയിൽ ഒന്ന് നോക്കി, അറിഞ്ഞില്ല ഞാൻ എന്നെ അറിഞ്ഞില്ല പോലുള്ള പ്രശസ്തങ്ങളായ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പത്രപ്രവർത്തന ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നോവലുകൾ എഴുതി. കഥകൾ, എണ്ണമറ്റ കഥകൾ എഴുതി. ഇങ്ങനെ മലയാളത്തിന്റെ എല്ലാ ശാഖകളിലും MT വ്യാപരിച്ചു. MTയുടെ എല്ലാ നോവലുകളിലും ഏറ്റവും മികച്ച നോവലായിട്ട് ഞാൻ പറയുക അസുരവിത്താണ്. അസുരവിത്ത് ഈ കാലത്തും പ്രസക്തമായ നോവലാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലോ. അസുരവിത്ത് തുടങ്ങുന്നത് ശേഖരൻ മുതലാളി ക്ഷേത്രം പുതുക്കി പണിഞ്ഞു. അതേ സമയത്ത് മുസ്ലിം മുതലാളി കുന്നിന്റെ മുകളിൽ പുതിയ പള്ളി പണിഞ്ഞു. ഒരു ഗ്രാമത്തിൽ പുത്തൻ മുതലാളിത്തം ദൈവശാസ്ത്രത്തിൽ ഇടപെടുകയാണ്. ഒരുപക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാവും. ശേഖരൻ മുതലാളിക്ക് പണമുണ്ട്. ശേഖരൻ മുതലാളി ആദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ അമ്പലം പുതുക്കി പണിയുക. മുസ്ലിം മുതലാളിക്ക്, മുതലാളിയെ പേര് പറയുന്നില്ല, പണമുണ്ട്. മുതലാളി ചെയ്യുന്നത് കുന്നിന്റെ മുകളിൽ പള്ളി ഉണ്ടാക്കുകയാണ്. അതുവരെ അമ്പലവും പള്ളിയും ഉണ്ടായിരുന്നെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ കഴിഞ്ഞിരുന്ന ആ ഗ്രാമത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. 21 കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. അതൊരു വാചകം പറയുന്നത്, കുഞ്ഞിമരക്കാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. കുഞ്ഞിമരക്കാരൻ പറയുന്നുണ്ട്, ജകളക്കാലത്ത് ഒരു വാക്കേറ്റം കൂടി ഉണ്ടാവാത്ത സ്ഥലമായത്. ലഹളയുടെ വിവരങ്ങൾ അകലെന്നിങ്ങനെ കേട്ടു തുടങ്ങി. ഹിന്ദുക്കൾ നാടൊഴിച്ചു പോകണമോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്ന് മുതലാളി കേട്ടു. അന്ന് മക്കത്ത് പോയ വലിയ മുതലാളി വയസ്സിരുന്ന് കിടപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പടച്ചോന്റെ വേണ്ടുകണ്ടായിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒറ്റ മാപ്പിളയും ഹിന്ദുവിനെ തൊടൂല, ഒറ്റ ഹിന്ദുവും മാപ്പിളനെയും തൊടൂല, ആരും ഈ നാടൊഴിഞ്ഞു പോകരുത്. അങ്ങനെ പറയാൻ ഇന്ന് ഇന്ത്യയിൽ ആളുകളില്ല എന്ന് ഇന്ന് ഞാൻ പറഞ്ഞ വാചകം മനസ്സിലായില്ല, അതിന്റെ രാഷ്ട്രീയം മനസ്സിലായില്ല. ഒറ്റ മാപ്പിളയും ഹിന്ദുവിനെ തൊടൂല, ഒറ്റ ഹിന്ദുവും മാപ്പിളയെ തൊടൂല, ആരും ഈ നാടൊഴിഞ്ഞു പോകരുത് എന്ന് പറയാനുള്ള ആളുകളുടെ എണ്ണം കുറയുമ്പോഴാണ് കുട്ടികളൊക്കെ നാടൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പുതിയ കുട്ടികളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് MT അന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അതിന്റെ വളർച്ചയിൽ ഈ ഗോവിന്ദൻകുട്ടി വീട്ടുകാരാൽ ഇഷ്ടപ്പെടുത്തപ്പെട്ടു, ചതിക്കപ്പെട്ടു, നിരന്തരം ചതിക്കപ്പെട്ട ആളാണ്. ഗോവിന്ദൻകുട്ടിയെ വായിച്ചാൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവരുടെ ചതി കൊണ്ട് അനുഭവിക്കേണ്ടി വന്നതാണ്. സ്വന്തം ചേട്ടൻ ചതിച്ചു, അമ്മ പോലും അച്ഛൻ ചതിച്ചു, അസുരവിത്തെന്ന് നിരന്തരം വിളിക്കപ്പെട്ടു. ഒടുക്കം ശേഖരൻ മുതലാളിയുടെ മകൻ പിഴപ്പിച്ച പിടനെ കല്യാണം കഴിപ്പിച്ചു, കാമുകിയും ഭാര്യയും ചതിച്ചു. അയാൾ ഒരുപാട് ഏറ്റുമുട്ടി. അയാളെ കൊല്ലാൻ ബന്ധുക്കൾ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ തടുക്കാൻ വരുന്നത് കുഞ്ഞിമരക്കാരെന്ന കഥാപാത്രമാണ്. കുഞ്ഞിമരക്കാർ നല്ല കയ്യൂക്കുള്ള ആളാണ്. കൈത്തണ്ടയ്ക്ക് ബലമുള്ള ആണുങ്ങളുണ്ടെങ്കിൽ വരണടാ വരി എന്ന് പറഞ്ഞിട്ട് ഏറ്റുമുട്ടി
ഗോവിന്ദൻകുട്ടിയെ രക്ഷിച്ച് വീട്ടുകൊണ്ടുപോയി. നായരുട്ടി വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാനുണ്ട്, അമ്മക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. പിന്നീട് ഗോവിന്ദൻകുട്ടി ഒരു പ്രലോഭനത്തിൽ മതം മാറി അബ്ദുള്ളയായപ്പോഴൊക്കെ തോന്നി എന്നെ സഹായിച്ച ആളാണല്ലോ കുഞ്ഞുമരക്കാർ. കുഞ്ഞുമരക്കാരുടെ വീട്ടിൽ അബ്ദുള്ള ചെന്നു. അപ്പോൾ കുഞ്ഞുമരക്കാർ പറയുന്ന ഡയലോഗുണ്ട്, സംഭാഷണം: ഈ കുറ്റത്ത് കാല് കുത്തരുത്, ഇന്നെന്നല്ല ഒരു നാളും. ഇതിനല്ല ഞാൻ നിങ്ങളെ സഹായിച്ചത്, കടക്ക് പുറത്ത് നിന്ന്. ഇതാണ് മതബോധത്തെ കുറിച്ച് എം ടി തരുന്ന ഒരു സന്ദേശം. മതമല്ല. അത് കഴിഞ്ഞ് ഗോവിന്ദൻകുട്ടി പിന്നെ ഗ്രാമത്തിലേക്ക് വരുന്നത് നടപ്പ് ദീനം, കോളറ വന്നപ്പോൾ ജാതി മതമൊന്നുമില്ല, ആളുകൾ ദൂരെ മരിച്ചു വീഴാൻ തുടങ്ങി. തലയെ തട്ടി എന്നാണ് പറഞ്ഞത്. മരിച്ചു വീണപ്പോൾ രക്ഷിക്കാൻ ഒരു മനുഷ്യരില്ല. ആരും ഈ തലയെ തട്ടിണ്ടായ വീട്ടിലൊന്നും കയറി വരുന്നേയില്ല. ആ വീടുകളിൽ ചെന്ന് മരിച്ചവരെ സംസ്കരിക്കാനും പാതിപ്രാണനായവരെ ആശുപത്രിയിൽ എത്തിക്കാനും ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മനുഷ്യൻ അപ്പോൾ അബ്ദുള്ളയുമായിരുന്നില്ല, ഗോവിന്ദൻകുട്ടിയുമായിരുന്നില്ല, വെറും മനുഷ്യൻ മാത്രമായിരുന്നു. അപ്പോൾ എം ടി പറയുന്നുണ്ട്, ആർക്കും വേണ്ടെങ്കിലും മരിക്കാൻ കിടക്കുന്നവർക്കും ശവങ്ങൾക്കും അയാളെ വേണമായിരുന്നു. ആർക്കും വേണ്ടെങ്കിലും മരിക്കാൻ കിടക്കുന്നവർക്കും ശവങ്ങൾക്കും അയാളെ വേണമായിരുന്നു. അനേകം പേരെ സംസ്കരിച്ചു, കുറെ പേരെ രക്ഷിച്ചു. മഹാമാരി കഴിഞ്ഞപ്പോൾ കുന്നു കയറി പോകുന്ന ഗോവിന്ദൻകുട്ടി പറയുന്നുണ്ട്, ഇനിയും ഞാൻ വരും, വടക്കുമുറിയിലേക്ക് വീണ്ടും വരും, തിരിച്ചു വരാനായി യാത്ര പോവുകയാണ്. മനുഷ്യർക്ക് ആവശ്യമുള്ളപ്പോൾ വരും. മനുഷ്യർക്ക് ആവശ്യമുള്ളപ്പോൾ വരുന്ന ഒരു മനുഷ്യനായിരുന്നു എം ടി. മതങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴല്ല അദ്ദേഹം വന്നത്, പച്ച മനുഷ്യനായിരുന്നു. മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ഒരിക്കലും വർഗീയവാദങ്ങളെയോ ജാതിവാദങ്ങളെയോ എം ടി അംഗീകരിച്ചില്ല. പലരും പറഞ്ഞു എം ടി ഒരു സവർണ എഴുത്തുകാരനാണ്, അതുകൊണ്ടല്ലേ നായർ എന്ന വാല് വെച്ചുകൊണ്ട് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പലതും പറയാം, മറുപടി പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എം ടിയെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എം ടി മനുഷ്യന്റെ പക്ഷത്തായിരുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു, മനുഷ്യൻ, എത്ര സുന്ദരമായ പദം. നമുക്ക് പലതും ആവാൻ എളുപ്പമാണ്, മനുഷ്യനാവുക എന്നത് എളുപ്പമല്ല. അപ്പൊ മനുഷ്യനാകാനുള്ള ഇന്ധനമാണ് എം ടിയുടെ പുസ്തകങ്ങളിൽ നിറച്ചു വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ വായിക്കണം. ഞാൻ എം ടിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഞാൻ എത്രയോ അടുത്തുനിന്ന് പെരുമാറി. ഒരിക്കലും അദ്ദേഹം അമിതമായ സ്നേഹം പ്രകടിപ്പിക്കില്ല, പക്ഷേ നമുക്കൊരാളുണ്ട് എന്നൊരു തോന്നലായിരുന്നു എം ടി ഉണ്ടായിരുന്നത്. എം ടി മരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ലോകമാകെ ഇരുട്ട് വരുന്നത് പോലെ, 92ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 92 വയസ്സിലാണ് മരിച്ചു പോകുമ്പോൾ ദുഃഖമൊന്നും തോന്നുന്നില്ല. ഇപ്പോഴും ആ ദുഃഖം എന്നെ ബാധിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് എന്റെ മാത്രം പ്രശ്നമാണ്, ഞാൻ അടുത്തിടെ വഴികുണ്ടായി. പക്ഷെ ഞാൻ കാണുന്ന അനേകം മനുഷ്യർ പറഞ്ഞു, എം ടി അവിടെ ഉണ്ടായിരുന്നാലോ സമാധാനം. ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത ഒരാളാണ്, സാറേ ഞാൻ സാറിനോട് ഇതിൽ സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? നമ്മുടെ എം ടി സാർ മരിച്ചില്ലേ സാറേ, ഇനി നമ്മൾ എങ്ങനെ കോഴിക്കോട്ടേക്ക് പോവുക? എന്താ അങ്ങനെ പറയുന്നത്? അല്ല സാറേ, ഞാൻ അദ്ദേഹത്തിന്റെ ആരുമായിരുന്നില്ല, ഞാൻ എഴുത്തുകാരനൊന്നുമല്ല സാറേ. ഞാൻ പട്ടിണി കിടന്നും ജോലി കിട്ടാതെയും മരിക്കാൻ കിടന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് മരിക്കാതിരുന്നത് എം ടിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ്. ഒരിക്കൽ ആത്മഹത്യക്ക് തീരുമാനിച്ച് ഞാൻ എം ടിക്ക് ഒരു കത്ത് എഴുതി. ഒരു പരിചയവുമില്ല. എം ടി വാസുദേവന്റെ മാതൃഭൂമി വിലാസത്തിലാണ് കത്ത് എഴുതിയത്. അതിനൊരു മറുപടി വന്നു, എല്ലായ്പ്പോഴും ദുഃഖങ്ങൾ ജീവിതത്തെ വേട്ടയാടുകയില്ല. ചിലപ്പോൾ നല്ല കാലം നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അപ്പോഴും ദുരന്തങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. പതരാതെ മുന്നോട്ട് പോകുക എന്ന മറ്റാണ്. ആ കത്ത് ഞാൻ ഒരു 10,000 തവണ വായിച്ചു സാറേ. ഞാൻ മരിക്കേണ്ടാതെ തീരുമാനിച്ചു. എന്നോട് അയാൾ പറഞ്ഞതാണ്, എനിക്ക് ജോലി കിട്ടി. അയാൾ റിട്ടയർ ചെയ്തു. അയാൾക്ക് ഏതാണ്ട് 60 വയസ്സ് 65 വയസ്സുണ്ട്, എൻ്റെ പ്രായമുണ്ടാണ്. അയാൾ പറയാണ്, ഇനി ഞാൻ കോഴിക്കോട്ടേക്ക് എന്തിനാ പോണത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോകണ്ട, നിങ്ങൾ എം ടിയുടെ പുസ്തകങ്ങളിലേക്ക് പോകും, എം ടിയുടെ വരികളിലേക്ക് പോകും. എം ടിയെ പോയിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ വരികൾ മരിച്ചില്ല, അമരനാണ് എം ടി. ആ കൃതികളിൽ എം ടി ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, വേദപുസ്തകങ്ങൾ പോലെ വായിക്കാവുന്ന മനുഷ്യ കഥാപുസ്തകങ്ങളാണ്. എനിക്കറിയാവുന്ന ഒരു മർച്ചൻസ് നേവിയിൽ 40 കൊല്ലം മർച്ചൻസ് നേവിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മർച്ചൻസ് നേവി കാലത്ത് കപ്പലിരുന്ന് വായിച്ച വേദപുസ്തകം മഞ്ഞാണ്. ഓരോ തവണയും വായിക്കും. അതിങ്ങനെ എനിക്ക് കാണിച്ചു പൊഴിയാറായിരിക്കും. 40 കൊല്ലം അയാൾ മരിക്കാതെ ജീവിച്ചത് വരും വരാതിരിക്കില്ല എന്ന ഈ പ്രതീക്ഷയിലാണ്. എം ടിയെ വായിച്ച് മരണത്തിൽ നിന്ന് രക്ഷ നേടിയ ഒരാളെ എനിക്ക് നേരിട്ടറിയാം, പലരെയും നിങ്ങൾക്കറിയാം. അപ്പൊ അതുപോലെ ഒരു എഴുത്തുകാരന്റെ ലോകത്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, മരിക്കണമെന്ന് തോന്നുമ്പോൾ മരിക്കാതിരിക്കാൻ നമുക്കൊരു വാക്കിന്റെ തോണിയാണ് എം ടി തന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തീരെയില്ല. എം ടിയെ കുറിച്ച് തുടങ്ങി എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അനേക കാലത്തെ വ്യക്തിബന്ധമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരാളിനടുത്ത് എൻ്റെ ഒരു സ്വന്തം ആണെന്ന് എനിക്ക് തോന്നിയിരുന്ന, പലർക്കും തോന്നിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇത് ചെറിയറിയാതെ എത്രയോ പേരെ ഞാൻ സഹായിച്ചു.
കുറെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, ഒന്നും പ്രകടിപ്പിക്കില്ല. ഈ ജീവകാരുണ്യ പ്രവർത്തനമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് തുഞ്ചപ്പുറത്തിൽ ഒരാൾ വരും, ആരും കാണാറുണ്ട്, എവിടെ അടുത്തേക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് കയറി പോകുന്ന ആളാരാണ്. അപ്പൊ അന്ന് എം ടിയുടെ ഒരു കൂട്ടുകാരൻ, ഒരു നാരായണ നായർ ഉണ്ടായിരുന്നു. നാരായണ നായരോട് ചോദിച്ചത്, ആരാനാരാട്ടെ ഈ ഒരാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ? അയാൾ അറിയില്ലല്ലേ, അത് പഴയ സിനിമ മുതലാളിയാണ്, വലിയ കാശുകാരനായിരുന്നു, സിനിമ എടുത്ത് പൊളിഞ്ഞതാ, വീട്ടുകാർ പിടിച്ചു, നാട്ടുകാർ പിടിച്ചു, തിരുവനന്തപുരമായിട്ട് നടക്കുകയാണ്. ഇപ്പൊ ജീവിക്കുന്നത് എം ടി കൊടുക്കുന്ന ചെറിയ മാസപ്പടി കൊണ്ടാണ്. മാസപ്പടി എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചിലതാണ്, മനുഷ്യർക്ക് കൊടുക്കാവുന്ന ചില സാധനങ്ങളാണ് മാസപ്പടി എന്ന് നമ്മെ പരിചയപ്പെടുത്തി തന്ന ആളാണ് എം ടി. അങ്ങനെ പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയേണ്ടതില്ലല്ലോ. അത് വലുതുമാണ് എം ടി നമ്മെ പഠിപ്പിച്ചത്. സത്യത്തിൽ നമ്മുടെ ഗൃഹാതുരത, ഈ 65 സിനിമകൾ ഓടാത്ത മനസ്സുകളൊന്നും നമ്മുടെ മനസ്സൊരു തിയേറ്ററാക്കി നോക്കിയാൽ, വിശേഷിച്ച് ഈ പ്രായത്തിൽ, ആദ്യദേവൊന്നും നമ്മുടെ സിനിമ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നോട് എനിക്ക് അത്ഭുതപ്പെടുത്തിയ എൻ്റെ ഒരു പേരക്കുട്ടി, അവൻ അമ്പും വില്ലും കണ്ട് നടക്കുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അമ്പും വില്ലൊക്കെ പുതിയ കുട്ടികൾക്ക് അറിയില്ല. ഞാൻ വെച്ചാൽ അതിൽ കാർട്ടൂൺ കണ്ടതാണ്. ഞാൻ പഴശ്ശിരാജാവാണ്, എം ടിയുടെ പഴശ്ശിരാജ കണ്ടിട്ട് പഴശ്ശിരാജാവായിട്ട് സ്വയം പകർന്നാടിയ ഒരു കുട്ടിയെ കണ്ടു, 7-8 വയസ്സുള്ള കുട്ടി. അപ്പൊ കുട്ടികളുടെ എം ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കെന്താ വെച്ചാൽ നമ്മുടെ ഗൃഹാതുരത തുടങ്ങുന്നത് എം ടിയിൽ നിന്നാണ്, അല്ലേ? മലയാളത്തിലെ ഏറ്റവും മികച്ച പാട്ടുകളൊക്കെ എം ടി സിനിമയിലുണ്ടായത്. പി ഭാസ്കരൻ ഏറ്റവും നല്ല പാട്ടുകളൊക്കെ എഴുതിയത് എം ടിക്ക് വേണ്ടിയാണ്, എം ടി സിനിമകൾക്ക് വേണ്ടി. നിങ്ങൾ ആ പഴയൊന്ന് എടുത്തു നോക്കും. നഗരം നഗരം മഹാസാഗരം, നഗരം എന്തൊക്കെ വേണ്ടി എഴുതിയതാണ്. വെണ്ണിലാവിൻ കളഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണപ്പോൾ, പൊന്നാനിപ്പുഴ ഞങ്ങൾ എടുത്താണ്. വെണ്ണിലാവിന്റെ കളഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണു. അവിടെ ഇപ്പൊ പൊന്നാനിപ്പുഴയിൽ കളഭക്കിണ്ണൊന്നും വീഴുന്നില്ല, കോഴി വേസ്റ്റാണ് വീഴുന്നത്. പക്ഷെങ്കിലും നമ്മുടെ സങ്കല്പത്തിൽ പൊന്നാനിപ്പുഴ ഈ കളഭക്കിണ്ണം വീഴുന്ന പൊന്നാനിപ്പുഴ, അതെടുത്തിട്ടാണ് പിന്നീട് വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ കൊണ്ടുപോയിട്ടത്. വാസ്തവത്തിന്റെ ഒറിജിനൽ അവകാശി പി ഭാസ്കരൻ ആണ്. ആ പടത്തിന് വേണ്ടി എഴുതിയത്. അതിൽ ഒരുപാട് പാട്ടുകളുണ്ടാവും. മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ, എല്ലെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ, ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കീനാവു കണ്ട് കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോ, മഞ്ഞണി മഞ്ഞളരച്ചു വെച്ച് നീരാടുന്നത് നമ്മളാരും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് എഴുതിയതല്ലേ? കരയുന്നു, പുഴ ചിരിക്കുന്നു, കണ്ണീര് ഒലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ, അത് എം ടിയുടെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ്, മുറപ്പണ്ണിന് വേണ്ടി. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ചിദംബരനാഥ. അത് പിന്നീട് മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിലെന്ന് കോപ്പി അടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല. എനിക്ക് ഉണ്ടാക്കിയതിനാണ് പലതും. മുറപ്പണ്ണില്ലെങ്കിൽ തനിയാവർത്തനം, അല്ല, ഇരുട്ടിന്റെ ആത്മാവില്ലെങ്കിൽ തനിയാവർത്തനം എന്ന സിനിമയില്ല, മുറപ്പണ്ണില്ലെങ്കിൽ വാത്സല്യം എന്ന സിനിമയില്ല, താഴ്വാരമില്ലെങ്കിൽ കന്മതം എന്ന സിനിമയില്ല. ഇങ്ങനെ അന്വേഷിച്ചു പോയാൽ എം ടി ഉണ്ടാക്കിയ ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയ അനവധി സിനിമകൾ. എം ടിയോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയാതെ നമ്മൾ സ്വീകരിച്ചു. അത്രത്തോളം എം ടി നമ്മൾ സ്വാധീനിച്ചു. പക്ഷെ നമ്മുടെ നാടൻ പാട്ടുകളുടെ ഏറ്റവും മനോഹരമായിട്ട് ചോദിച്ച എം ടിയാണ്. നിർമ്മാല്യത്തിൽ 4 പാട്ടുണ്ട്. 4ഉം ആരെ കൊണ്ട് എഴുതിച്ചതല്ല. 1 ഇടശ്ശേരിയുടെ കവിതകളാണ്. സമയമായി തേരിയിറങ്ങുന്നേ. മറ്റൊന്നൊരു പുള്ളോപ്പാട്ടാണ്. ആദ്യമായിട്ടാണ് പുള്ളോപ്പാട്ട് സിനിമയിൽ ഇത്രയും ഒറിജിനൽ ഉപയോഗിക്കുന്നത്. രാഘവ സംഗീതം കൊടുത്തുള്ളത്. ശ്രീ മഹാദേവൻ ആ പാട്ടോർമ്മയുണ്ടോ? ഉണ്ണിയുടെ ഒറിജിനൽ ടെക്സ്റ്റാണ്. അതിൽ മറ്റൊരു പാട്ടുള്ളത് ഇതുപോലൊരു ചെറുമക്കളി പാട്ടാണ്. തെക്ക് തെക്കുള്ള തമ്പ്രൻ പഠിക്കല് മുറ്റമടിക്കണ കുഞ്ഞിപ്പെണ്ണിന് വന്നല്ലോ കല്യാണം, വന്നല്ലോ കല്യാണം.
ഞങ്ങളും പോണേ പോണേ ഞങ്ങളും പോണേ പോണേയോ ഞങ്ങളും പോണേ. ഇത് ഒരു നാടൻ പാട്ടാണ്, നമ്മുടെ വെള്ളുവനാട് പ്രദേശത്തുള്ള ഒരു പാട്ടാണ്. പകലവൻ ഇന്ന് മറയുമ്പോൾ അകില് പുകച്ച മുറിക്കുള്ളിൽ പനിമതി ബിംബമൂതിത്തപ്പോൾ പുതുമണവാൻ. ആ പാട്ടും ഒരു ഒറിജിനൽ നാടൻ പാട്ടിന്റെ ഇന്റർപ്രിട്ടേഷനാണ് ഭാസ്കര മാഷ് എഴുതിയ. ഭാസ്കര മാഷ് ഒരു കവിതയിൽ എഴുതിയിട്ട് താന്നിയൂർ അമ്പലത്തിൽ കടകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ അത് എഴുതിയിട്ട് എംടിയോട് ഭാസ്കര മാഷ് ചോദിച്ചു, വാസു നീ താന്നിയൂർ എവിടെയാണെന്നറിയാവോ? വാസുവിനെ ഒന്നും അറിയില്ല. വാസുവിന്റെ അടുത്തെവിടെയോ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നില്ലേന്ന് ചോദിച്ചു. എംടിക്ക് മനസ്സിലായില്ല. ഇപ്പം താന്നിക്കുന്ന് എംടിയുടെ കഥയിലൊക്കെ സ്ഥിരം വരുന്ന സ്ഥലം. എംടിയുടെ നാട് കൂടല്ലൂരാണ്. അപ്പൊ താന്നിക്കുന്നിലെ താന്നിയും കൂടല്ലൂരിലെ ഊരും എടുത്ത് ഭാസ്കര മാഷ് സൃഷ്ടിച്ച ഒരു പുതിയ രാജ്യമാണ്, പുതിയ ദേശമാണ് താന്നിയൂർ. താന്നിയൂർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ ആ കാലത്തെ ഒരു തലമുറയുടെ പ്രണയത്തിലും ദുഃഖത്തിലും വിരഹത്തിലും മരണത്തിലും ഹൃദയസംഗീതം ചേർത്ത് നിന്ന പാട്ടുകൾ അത്രയും എംടിയുടെ കഥയ്ക്ക് വേണ്ടി എഴുതിയതാണ്. എംടിയുടെ കഥയ്ക്ക് വേണ്ടിയാണ്. പിൽക്കാലത്ത് ഏറ്റവും അവസാനം കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് പോലും എഴുതിയ പാട്ടുകളില്ലേ, ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ, അതൊക്കെ ഏറ്റവും പുതിയ പട കൂട്ടുന്നതിന്റെ വികാരം. കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം ഇന്നേതോ തമ്പുരാൻ തന്നേ പോയോ പല്ലക്കിലേറിയോ വന്നുരാവിൻ പഞ്ചമി ചന്ദ്രനോ കൂടെ വന്നു. ഇത് ഇളയരാജയുടെ ഏറ്റവും മനോഹരമായ മെലഡിയാണ്. അന്ന് ഭാസ്കരനും രാഘവനും ചിദംബരനാഥും തൊട്ട് തുടങ്ങിയ പാട്ടുകൾ, ബാബുക്കായുടെ പാട്ടുകൾ, ദേവരാജന്റെ പാട്ടുകൾ, എംടിയുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ പാട്ടുകൾ മലയാളികളുടെ ജീവിതത്തിലുണ്ട്. നീരാടുവാൻ പുഴയിൽ നീരാടുവാൻ പോലുള്ള പാട്ടുകൾ. പിന്നീട് ബോംബെ രവിയാണ് ആ പാട്ടുകൾ എത്തിയത്. അപ്പൊ മലയാളിയുടെ മനോബോധത്തിന്റെ ആന്തരിക മണ്ഡലത്തിന്റെ എല്ലാ അംശങ്ങളിലും എംടിത്വം വന്നു നിറഞ്ഞിട്ടുണ്ട്. എംടിയെ മൈനസ് ചെയ്താൽ നമുക്കൊരു ജൈവ ജീവിതം ഇല്ലാതാകും. അതുകൊണ്ടാണ് എംടി, എന്തുകൊണ്ട് എംടി ഇങ്ങനെ സമഗ്രതയിൽ നാലല്ലോ, ഏതാണ്ട് അഞ്ചാമത്തെ തലമുറ എന്ന് പറയാം. ആദ്യത്തെ തലമുറ തൊട്ട് ആദ്യത്തെ തലമുറയാകുമ്പോൾ അഞ്ചാമത്തെ തലമുറ എംടിയെ സ്വീകരിക്കുകയും എംടിയെ ആരാധിക്കുകയും എംടിയെ സ്വത്വത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. ഞാനിപ്പോഴും വിചാരിക്കും, വാസുദേവൻ പോയിട്ടില്ല. അവസാനം എംടി കൂടല്ലൂരിൽ വന്നത് ഞാൻ വിളിച്ചിട്ടാണ്. അവിടുത്തെ നവമാധ്യമ കൂട്ടായ്മയായ കൂര്യായി കൂട്ടം എംടിയെ കൂടല്ലൂരിൽ ഒന്നും കൂടി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. എംടി വരാറില്ല. എംടി പറഞ്ഞു, പുഴ മരിച്ചുപോയി, അവിടെ കാണാനൊന്നുമില്ല, അവിടെ എനിക്ക് ആരുമില്ല. ഒരിക്കലും എംടി എഴുതിയിട്ടുണ്ട്, ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ ചേതോഹരമായ ഒരു കാഴ്ചയും ലോകത്തില്ല എന്ന് വിശ്വസിച്ച ഒരു തനി നാട്ടിൻ പുറത്തുകാരനാണ്. ആ നാട്ടിൻ പുറത്തുകാരനെ സംബന്ധിച്ച് കൂടല്ലൂർ അമ്മയായിരുന്നു. എംടിയുടെ അമ്മ മരിക്കുമ്പോൾ എംടി പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പഠിക്കുകയാണ്. മൂത്ത ജ്യേഷ്ഠൻ ഗോവിന്ദൻ നായർ വെല്ലൂർ ആശുപത്രിയിലേക്ക് ക്യാൻസറിന്റെ ചികിത്സിക്കാൻ അമ്മയെ കൊണ്ടുപോകുമ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ അമ്മയെ കാണാൻ എംടി പോകുന്നുണ്ട്. എംടി എഴുതിയിട്ടുണ്ട്, ജനലരികിൽ നിന്നു അമ്മ പറഞ്ഞു, വാസു പോകോ, വണ്ടി ഇപ്പോൾ പോവും. ഇല്ല അമ്മേ, സമയമുണ്ട്. ഒന്നും പറഞ്ഞില്ല, കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. അമ്മ പതുക്കെ കോന്തലക്കെട്ടടിക്കുന്നത് കണ്ടു. 2 വെള്ളി ഉറപ്പിക കോന്തലക്കെട്ടഴിച്ച് എടുത്ത് കയ്യിൽ വെച്ചു. എന്തിനാ അമ്മ ഇത്? ആവശ്യം വരും വാസു വെച്ചു. ആ ഒരു വെള്ളി ഉറപ്പികയും കൊടുത്ത് തെക്കോട്ട് പോയ ഒരു വണ്ടിയിൽ നിന്ന് എന്നേക്കുമായി കൈവീശി യാത്ര പറഞ്ഞു പോയ അമ്മയെ പോലെയാണ് എനിക്ക് ഗ്രാമം എന്ന് എംടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എംടി മടങ്ങി വരും. എംടിയെ കാത്ത് മരിച്ചുപോയ ഒരു അമ്മ അവിടെയുണ്ട്, മരിച്ചുപോയ ഒരു പുഴയും അവിടെയുണ്ട്, മരിച്ചുകൊണ്ടിരിക്കുന്ന താന്നിക്കുന്നുണ്ട്, കണ്ണാന്തരി പൂക്കളൊക്കെ ഇല്ലാതായ പറക്കുളം മേച്ചിൽപ്പുറമുണ്ട്, കൂട്ടക്കടവുണ്ട്, എംടി നടന്ന വടക്കേപ്പുഴയുണ്ട്, തെക്കേപ്പുഴയുണ്ട്, കുമാൻതോട് പാലമുണ്ട്, വടക്കും മുറിയും തെക്കും മുറിയും കിഴക്കും മുറിയും പടിഞ്ഞാറ്റും മുറിയുമുണ്ട്, എണ്ണമറ്റ ഇടവഴികളുണ്ട്. ആ ഇടവഴികളുടെ അറ്റത്ത് മനുഷ്യരെ പ്രതീക്ഷിച്ച് മതങ്ങൾക്കതീതമായ മാനവികതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യർ ഇന്നുമുണ്ട്. അതുകൊണ്ട് വാസുദേവൻ വരും, വരാതിരിക്കില്ല. നമസ്കാരം.